കേരളത്തിലുടനീളം യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ട് 9 ജില്ലകൾ ഞാനിപ്പോൾ കവർ ചെയ്തു. ഞാൻ കാസർഗോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പൊതുയോഗമുണ്ട്. വളരെ അനുകൂലമായ അന്തരീക്ഷം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ഉള്ള അന്തരീക്ഷം എനിക്ക് കാണാൻ സാധിച്ചു. 6 നൂറ്റാണ്ട് കാലമായി ഞാൻ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘ കാലം തൊട്ട് പ്രവർത്തിക്കുന്നു. ഇന്ന് പൊതുസമൂഹം BJP വോട്ട് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റേ BJP ഞങ്ങളുടെ കുടുംബം എല്ലാം ചേർന്നുകൊണ്ട് അനുഭാവികളും ചേർന്നാണ് വോട്ട് ചെയ്യുക. ഇപ്പോൾ അതല്ല, പൊതുസമൂഹം ആ നിലയ്ക്ക് BJP വോട്ട് ചെയ്താൽ വോട്ട് വേസ്റ്റ് ആവില്ല. നരേന്ദ്രമോദി യാത്രാ സംഘത്തിനുള്ള അംഗീകാരം അത് അംഗീകരിക്കപ്പെടും. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടിയതോടെ അത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം. കൊച്ചിയുടെ തലസ്ഥാനമാണ്. നമുക്കറിയാം, ചരിത്രപരമായി അവിടെയുള്ള തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, രാജകുടുംബമൊക്കെ ഉള്ളതാണ്. അവിടെ BJPക്ക് ഒറ്റയ്ക്ക് ഭരണം കിട്ടി. മലബാറിൻ്റെ സ്ഥിരാകേന്ദ്രമായ കോഴിക്കോട് 6 സീറ്റുണ്ടായിരുന്ന സ്ഥാനത്ത് 13 സീറ്റിലേക്ക് ഇരട്ടി വർധനമുണ്ടായി. ഇതൊരു സൂചനയാണ്. ഈ 2 മുന്നണിക്കും ബദലായി വരാൻ സാധിക്കും. BJPക്ക് വോട്ട് ചെയ്ത് ജയിക്കാൻ സാധിക്കും. തളിപ്പറമ്പിലും ഏറ്റവും നല്ല പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ ജില്ലയിലുള്ള ഒരു യുവാവിനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും സഹായം BJP അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ 0 അവറിൽ എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്യുന്നു കണ്ടപ്പോഴാണ് ഏറ്റവും ഒടുവിലായിട്ടിപ്പം FCRIയുടെ പേരിൽ ഉള്ള വിവാദമുണ്ടാക്കി. FCRIയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ആരാ? ഇതിൻ്റെ ഒട്ടാകെ എടുത്തു കഴിഞ്ഞാൽ വിദേശ ഫണ്ട് വരുന്നതിൻ്റെ രജിസ്റ്റേർഡ് സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിയമമായി പറയുന്നത് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. ഇത് ശരിയല്ല. ആ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഗണിക്കുന്ന ജനാധിപത്യത്തിൽ ജനഹിതം പരിശോധിക്കുന്നവരാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ അവകാശമുണ്ട്. ഈ ബില്ല് നിയമമായി എന്നാ കൊണ്ടുവന്നത്? 76 അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ നിയമം ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നു. വിദേശത്ത് ആർക്കും ഏത് പണം കൊണ്ടും ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താമെന്ന സ്ഥിതിയായിരുന്നു. അതിനെതിരായിട്ടുള്ള ബില്ല് അതിനെ കർശനമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറം കോടതിയുണ്ട്, അതിൻ്റെ ട്രൈബ്യൂണലിൽ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകാം. അവരുടെ അവസരം കൂടുതൽ ലഭിക്കുകയാണ്. പക്ഷെ അതൊന്നും അനുവദിക്കില്ല എന്ന് ആര് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ കുതന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. കോൺഗ്രസ്സാണ് ഇപ്പോൾ ഈ തരത്തിൽ 0 അവറിൽ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ട അവസരത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ശരിയാണ്, പണം പുറത്തുനിന്ന് വരുന്നത് ന്യായമായി ഉപയോഗിക്കാം. അതല്ലാതെ കുൽസിത പ്രവർത്തനങ്ങൾക്ക്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദത്തിന്, അതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള അതിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് BJP. അതിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നത്.